ഹായ് ഫ്രണ്ട്സ്, ഈ സീരീസ് നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടുകയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. സ്പീഡ് ആൻഡ് ലവ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടൊരു ചൈനീസ് സീരീസ് വന്നിട്ടുണ്ട്. സൈഡായിട്ട് അതും കൂടെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കാണാനാണോ താല്പര്യം അതായിരിക്കും എൻ്റെ പ്രയോറിറ്റി. ഓക്കെ, ക്യാച്ച് ദ ഗോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സബ്വേ ഗോസ്റ്റ് തന്നെയാണ് ഹീറോയിന്റെ ട്വിൻ സിസ്റ്ററേയും പിടിച്ചുകൊണ്ട് പോയെന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് സംഭവം ഹീറോയിൻ ടാറ്റുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെച്ചതെങ്കിലും ഒരു സ്ഥാപനമാവുമ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് പാനല് വിളിക്കുന്നുണ്ട്. ഹീറോയിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ തീരുമാനം. ഹീറോയുടെ അടുത്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പം അവന്റെ കീഴിലുള്ള സ്റ്റാഫാണല്ലോ ഹീറോയിൻ. കറക്റ്റ് ആണ് മാഡം, അവള് നോക്ക് സ്കൂട്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ പോസൊക്കെ കാണിക്കുന്നുണ്ട് സ്കൂട്ടിയിൽ ഇരിക്കുന്ന നടക്ക്. ആ സ്കൂട്ടി മോഷ്ടിച്ച് അതില് സൈറൻ വെച്ച് അത് മാത്രോ അവൾ അവിടെയുള്ള ഗ്ലാസ് വരെ ഉടച്ചു കളഞ്ഞു. പോരാത്തതിനെ ഷൂട്ടും ചെയ്തു. ഇതൊക്കെ മോശമാണെന്ന് പറയുമ്പം പോയി എന്നുള്ള രീതിക്കാണ് ഹീറോയിൻ ഇരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഹീറോ പറയുന്നത് അവള് സബ്വേ സ്റ്റേഷനിലെ ഗ്ലാസ് വിൻഡോ ഉടച്ചു, അതുകൊണ്ട് മാത്രമാണ് ആ പൂപ്പനെ രക്ഷിക്കാൻ പറ്റിയത്. അത് പറഞ്ഞുകൊണ്ടുള്ള ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ആണിത്. പിന്നെ വണ്ടി മോഷ്ടിച്ച കാര്യം, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോവായിരുന്നു. ജസ്റ്റ് ആ ഒരു വണ്ടി മോഷ്ടിച്ച് ഞങ്ങൾ പോയതിന്റെ പേരിൽ മാത്രമാണ് ആ കൊച്ചു രക്ഷപ്പെട്ടത്. ഷൂട്ട് ചെയ്തതിനും ഇങ്ങനൊരു പർപ്പസ് ആണുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ, ഇനി ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഞാൻ ഷൂട്ട് ചെയ്യും സാർ. ഞാൻ ഷൂട്ട് ചെയ്യാൻ മടിച്ചു എന്നുള്ള കാരണം കൊണ്ട് അപ്പൂപ്പ മരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എനിക്ക് ആ പണിഷ്മെന്റിനെ പേടിച്ചിട്ടായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു അവസരം കിട്ടിയാൽ ഇതന്നെ ഞാൻ ചെയ്യുന്ന പറയാണ്. അതേ ഞങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് വോട്ടെടുപ്പ് നടത്തുമ്പം 6 പേര് വേണമെന്നും 6 പേര് വേണ്ടാന്നും പറയുന്നു. അവസാനം വോട്ട് ചെയ്യേണ്ടത് കമ്മീഷണറാണ്. വേണമെന്നുള്ളവരെ കൈവക്കിയതിന്റെ കൂട്ടത്തിലാണ് കമ്മീഷണർ പൊക്കുന്നത്. പക്ഷെ അവസാനം പറയുന്നു ഞാൻ ഹീറോയിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന്. കമ്മീഷണർ പലപ്പോഴും പറയാറുണ്ട് കമ്മീഷണറുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതേ കണക്കാണ് ഹീറോയിനെ കാണുമ്പോൾ തോന്നുന്നതെന്ന്. ഒരു പോലീസായിട്ട് അവള് ചെയ്യേണ്ട കടമയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഹീറോയിനെ പണിഷ്മെന്റ് കൊടുക്കണ്ടെന്നാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അതെങ്ങനെയാ ശരിയാവോ മാഡം? ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ട് നമ്മളൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ, ആരും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവോന്ന് PR ചോദിക്കുമ്പം എല്ലാരും കോറസ് ആയിട്ട് ഹീറോയാണ് നോക്കുന്നത്. അവന്റെ തോക്കെടുത്തിട്ടാണല്ലോ ഹീറോയിൻ വെടിവെച്ചത്. അവന്റെ തോക്ക് സൂക്ഷിക്കാൻ അവന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിലെ പാളിച്ച പറ്റിയെന്ന് പറഞ്ഞ് അങ്ങനെ പറയല്ലേ മേഡം. അവളുടെ അടുത്ത് ഞാനൊരു 13 വട്ടം പറഞ്ഞതാണ് ചെയ്യരുത് എന്ന്. അത് നടക്കുന്നതിന് 5 മിനിറ്റ് മുന്നേയും കൂടെ ഞാൻ പറഞ്ഞതാണ് പണിഷ്മെന്റ് തരരുത് എന്നൊക്കെ കതറുന്നുണ്ടെങ്കിലും അതവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവനത് ചെയ്തില്ല എന്ന് പറഞ്ഞ് പണിഷ്മെന്റ് ആയിട്ട് സാലറി കട്ട് ചെയ്യാണ്. ഹീറോ ആകെപ്പാടെ ഇടിഞ്ഞിരിക്കുമ്പോ ഹീറോയിൻ അവരുടെ അടുത്ത് ആ സമയത്ത് ഹീറോ മയങ്ങിപ്പോയായിരുന്നു, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. ആരെങ്കിലൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ. അത് കഴിഞ്ഞ ടീമായിട്ട് എല്ലാരും കൂടി ഇരുന്ന് കുടിക്കുന്ന സമയത്ത് നീ കാരണമാണ് ഇപ്പൊ ഹീറോയ്ക്ക് ഈ അവസ്ഥ വന്നേന്ന് അവർ രണ്ടും പറയുമ്പം സോറി എന്ന ഹീറോയിൻ അതൊക്കെ വിട്, നിങ്ങൾ കഴിക്കുന്ന ഹീറോ. അതൊക്കെ പോട്ടെ ചീഫ്, എന്തുകൊണ്ടാണ് ആ ഫോട്ടോസ് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്പോഴേ കൊണ്ടുവന്നത്? എനിക്ക് പണിഷ്മെന്റ് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലാതെ നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് അറിയായിരുന്നു. ഹീറോയ്ക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലല്ലോ, അപ്പൊ കെയർ ടേക്കർ ആക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടയ്ക്കണമെങ്കിൽ പൈസ വേണമല്ലോ. ഇപ്പൊ സാലറി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താക്കും? രാത്രി നൈറ്റ് ഡ്യൂട്ടി ഹീറോയിനാണ്. ഹീറോയെ ആലോചിച്ച് വിഷമിച്ച് ഞാൻ കാരണമാണ് സോറി ചീഫ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്തിനാ സോറി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നു. അത് വേറൊന്നല്ല, ഞാൻ കാരണമാണല്ലോ നിങ്ങൾ പുറത്ത് കിടക്കേണ്ടി വരുന്നത്. ലേഡീസിന്റെ ഉള്ള റൂം കിട്ടണമെങ്കിൽ ഇനിയും താമസിക്കും. അതുകൊണ്ട് നമുക്ക് 2 പേർക്ക് ഇവിടെ കിടക്കാം. ഞാൻ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് അത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ ഇവിടെ തന്നെ ആയിരുന്നോ, ഞാൻ പുറത്ത് കിടന്നോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം ഇവക്ക് ആ താക്കോല് മോഷ്ടിക്കലാണ് മൈൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ നിർബന്ധിച്ച്, അതും ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം എന്റെ സീനിയർ എനിക്ക് വേണ്ടി പുറത്ത് കിടക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഞാൻ പുറത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സീനൊക്കെ കാണിച്ചിട്ടാണ് അവനെ നിർബന്ധിച്ച് അവിടെ കടത്തുന്നത്. കടക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഹീറോ ഉറങ്ങാതെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഗുഡ് നൈറ്റ് എന്ന്. നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഹീസ് എ ജെന്റിൽമാൻ, അതുകൊണ്ട് മിണ്ടാതെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഹീറോ ഉറങ്ങി വന്ന് നൈസായിട്ട് ആ കർട്ടൻ മാറ്റി നോക്കുമ്പം ഉറങ്ങിയണക്കാണ് ഫീൽ ചെയ്യുന്നത്. എന്നാലും ഉറങ്ങി വന്ന് വെട്ടമൊക്കെ അടിച്ചു നോക്കുമ്പം പെട്ടെന്നാണ് ഹീറോ തിരിയുന്നത്. അപ്പുറത്ത് കിടന്നവൾ ഇപ്പുറത്ത് തലയിട്ട് നിൽക്കുകയാണ്. ഒരു സംശയം തോന്നാതെ നിനക്ക് വിശക്കുന്നുണ്ടോന്നും ചോദിച്ച് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു. നൂഡിൽസിനെ കുറിച്ച് പിന്നെ ചിക്കനാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് തുടങ്ങിയ കഥ അങ്ങനെ കുറെ സംസാരിക്കുന്നതിനിടയ്ക്ക് ശരിക്കും തായ്ക്കൊണ്ടോ പഠിച്ചിട്ടുണ്ടോന്ന് ഹീറോയിൻ. പിന്നല്ലാതെ തായ്ക്കൊണ്ടോ ജൂഡോ കരാട്ടെ അടക്കം എനിക്ക് മാർഷൽ ആർട്സിൽ 18 ഡിഗ്രി ഉണ്ട്. എന്നിട്ട് അവർ അത്രയും അടിച്ചിട്ട് ഒന്ന് തിരിച്ച് കൈ പൊക്കിയ പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചത് ബാക്കിയുള്ളവരായിട്ട് അടി ഉണ്ടാക്കാനല്ലെന്ന് ഹീറോ.
ഹീറോ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തല്ലിക്കൊന്നാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നാ പിന്നെ ഇന്ന് വിശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് ഹീറോ ഭയങ്കരമായിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങി അടിച്ചു വരുന്ന സമയത്ത് പോക്കറ്റിലുള്ള താക്കോല് താഴെ പോകുന്നു. അത് നേരെ വന്ന് വീഴുന്നതോ നൂഡിൽസിന്റെ ഉള്ളില്. അത് കണ്ടതും ഹീറോയിൻ നൈസായിട്ട് അത് മൂടി വെക്കുന്നു. നട്ടപ്പാതിരയ്ക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് തിന്നാൻ വന്നപ്പോ ചോറില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുറേ പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജന്മം ചെയ്ത് അവള് കൊടുക്കൂല. ഇവരീ കളിക്കുന്നതൊക്കെ സബ്വേ ഗോസ്റ്റ് അവിടെ പുറത്തു നിന്ന് നോക്കുന്നുണ്ട്, ഫോട്ടോയും എടുക്കുന്നുണ്ട്. രണ്ടുപേരെയല്ല, ഹീറോയിനെ മാത്രം. ഹീറോയിൻ ആ നൂഡിൽസ് എടുത്ത് നേരെ പോകുന്നത് റെസ്റ്റ് റൂമിലേക്ക്. അവിടെ പോകുമ്പോഴാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഒരുമാതിരി ഗ്ലിച്ച് ആവുന്നു. കൂടിയാണ് വരുന്നത്. ആകെപ്പാടെ പേടിച്ച് അറച്ചു നിൽക്കുമ്പോഴാണ് പുറകിൽ ആരോ വന്ന് നിൽക്കുന്നതും കൂടെ കാണുന്നത്. അലറി വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഹീറോ ആണെന്ന്. ലേഡീസിന്റെ റെസ്റ്റ് റൂമിൽ എന്തോ കാണിക്കാന്ന് ചോദിക്കുന്നതിന് ലൈറ്റ്സ് ഇല്ലാഞ്ഞിട്ട് വന്നെയാണ്, നീ ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കുമല്ലോ എന്ന് ഹീറോ. ഇവർ രണ്ടും ഇങ്ങനെ സംസാരിച്ച് പോകുന്നതൊക്കെ അവിടെ മാറി നിന്ന് സബ്വേ ഗോസ്റ്റ് കാണുന്നുണ്ട്. ഹീറോയ്ക്ക് കമ്മീഷണറുടെ വാലറ്റ് പിന്നെയും കിട്ടിയല്ലോ, അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. കള്ളൻ ടണലിലൂടെ പോയായിരുന്നു, അങ്ങനെ ഓടിച്ച് പിടിച്ചതാണെന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് അറിയാതെ പറഞ്ഞു പോയെന്ന്. ടണല് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ, അതിനെ നന്നായിട്ട് കമ്മീഷണർ വഴക്ക് പറയുമ്പോൾ അങ്ങനെയല്ല മാഡം, ഞാൻ കള്ളനെ ഓടിച്ചത് ടണലിലൂടെ തന്നെ ഓടിച്ചത്, പക്ഷെ അതെന്റെ മൈൻഡിലാണ്. പോരാത്തന്നെ പതോരി കോസ്റ്റ്യൂം, മറ്റേ പോലീസിന്റെ കോസ്റ്റ്യൂം ഇട്ട ആൾക്കാരില്ലേ, അവരാണ് ഗ്രാസ് വോപ്പേഴ്സ് എന്നും കൂടെ പറയുമ്പം കേൾക്കാനുള്ള എല്ലാം കണക്കിന് കേൾക്കുന്നുണ്ട്. കമ്മീഷണറുടെ അടുത്ത് നിന്ന് കേട്ട് പുറത്തേക്ക് വരുമ്പം PR ആണെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് അവനാണ് ആ ഡെഡ് ബോഡി മീഡിയന്റെ മുന്നിൽ കാണിച്ചത്. ഇപ്പൊ ഗ്രാസ് വോപ്പേഴ്സിന്റെ കാര്യവും പറയുന്നു. ആ ഡെഡ് ബോഡിന്റെ കാരണം കൊണ്ട് തന്നെ പുള്ളി 3 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഗ്രാസ് വോപ്പേഴ്സിന്റെ കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു പുള്ളിക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ. അത് മാത്രല്ല, ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചത് അവരാണ് പതോരിനെ കൊണ്ടുവന്നത്, ഇവരാണ്, അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആരാണ് കൊണ്ടുവന്നതെന്ന് പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. എല്ലാരും ഹീറോയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോ ഫ്രസ്ട്രേഷൻ മൊത്തം ആരുടെ അടുത്ത് പോയി തീർക്കും. ഇവിടെ ദോച്ചുകളോ എന്ന് പറയുന്ന ഒരാള് മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു തോക്ക് മേടിച്ച് വാട്ടർ ക്യാനും എടുത്ത് വരുന്ന സമയം ആരോ ഒരാളെ തട്ടി വീഴ്ത്തുന്നുണ്ട്. അയാൾ ഒരു ലോൺ ഷാർക്കാണ്. ഇവിടെ ഒരുപാട് പേര് കൊള്ള പലിശക്കാണ് കടമെടുത്തിരിക്കുന്നത്. അയാളെ ഗോൾഡൻ വാച്ച് എന്നാണ് വിളിക്കുക. പൈസ കിട്ടിയതിൽ തീർത്ത് കളയുന്ന ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരൻ വാട്ടർ ക്യാൻ എടുത്ത് കാലിലൊരു അടിയും കൂട്ട് അവിടെ നിന്ന് എണീറ്റ് വരുവാണ്. ഈ കഥ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവര് പരസ്പരം ചിരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗോൾഡൻ വാച്ചിന്റെ കാര്യം ഹീറോയുടെ അടുത്ത് പറഞ്ഞാലോ എന്ന് അവിടെ കടക്കാരി ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ശരിയാവത്തില്ല എന്ന് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം എന്താ ഗോൾഡൻ വാച്ച് എന്നൊക്കെ ഒരു സംസാരം, എന്താ സംഭവം എന്ന് ഹീറോ. അതൊന്നുമില്ല, ഇവിടെ അപ്പുറത്തായിട്ടേ 14 ക്യാരറ്റ് ഗോൾഡിന്റെ ഒരു ഗോൾഡൻ വാച്ച് വിൽക്കുന്ന ഒരു പുതിയ കട വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് പറയായിരുന്നു എന്ന് ദോച്ചൂള്. ഹീറോ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഹീറോയിനും വരുന്നുണ്ട്. ചോദിക്കുക പോലും ചെയ്യാതെ അവന്റെ അടുത്ത് നിന്ന് ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ടണലിന്റെ കാര്യം പറഞ്ഞതിനെ നല്ല വഴക്ക് കേട്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടേല് നമ്മൾ രണ്ടുപേരെയും ഫയർ ചെയ്യും. ഇപ്പൊ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെടുത്ത് തന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. പിന്നൊരു കാര്യം ഇപ്പോഴോർത്തത്, ആ കാര്യത്തെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ടണലിന്റെ താക്കോല് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. എന്നും പറഞ്ഞ് പോക്കറ്റിൽ തപ്പുമ്പം അതില് കാണുന്നില്ല. എങ്ങനെ കാണാനാ, ഹീറോയിന്റെ അടുത്തല്ലേ ഉള്ളത്. അവളാണെങ്കിലും ഒടുക്കത്തെ അഭിനയം, അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിക്ക് നൈസായിട്ട് അവിടുന്ന് വലിയുമ്പോഴാണ് ആരെയോ പോയി തട്ടിമുട്ടി നിൽക്കുന്നത്. നോക്കുമ്പോ അത് മിരി. കിംബുവിനും മിരിക്കും ഹീറോയിനും പരസ്പരം അറിയാലോ, അതുകൊണ്ട് അവരങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഹീറോ വരുന്നത്. ഇവർക്ക് പരസ്പരം അറിയാന്നുള്ളത് ഹീറോയ്ക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. CCTV ഫുട്ടേജ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഹീറോ കൊണ്ടുവന്നിട്ടില്ലായിരുന്നല്ലോ, അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് മിരിയൊക്കെ വന്നേക്കുന്നത്. അതിനെ കുറിച്ചൊന്നും പറയാതെ നല്ലത്. ടാക്സിയിൽ വന്ന് തിരിച്ചു വന്ന കാര്യം പറഞ്ഞ് ടണല് എന്ന് പറയുമ്പോഴാണ് ഹീറോയ്ക്ക് ബോധം വരുന്നത്. എന്താ ടണലിനെ കുറിച്ച് പറഞ്ഞേന്ന് മിരിയും ചോദിക്കുന്നുണ്ടെങ്കിലും ഉഴപ്പിവിടുന്നു. ഹീറോയ്ക്ക് പക്ക ഒരു ഓട്ടവായാന്ന് തോന്നൂലേ. ഹീറോയിൻ നൈസായിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുമ്പം അവളെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇതെങ്ങോട്ടാ പോകുന്നത്, നമുക്ക് ടണലിന്റെ കീ കണ്ടുപിടിക്കണം എന്ന് ഹീറോ. എന്താ ടണലിന്റെ കീ കളഞ്ഞോന്ന് മിരി ഷോക്കാവുമ്പം അതൊന്നുമില്ല, റൂമില് വീണതായിരിക്കും പറഞ്ഞ് ഹീറോ അവിടുന്ന് പോകുന്നുണ്ട്. മിരിക്ക് സംശയം ഹീറോയിനാണ്. ഹീറോയിൻ അവിടുന്ന് നൈസായിട്ട് പോവാൻ നിൽക്കുമ്പം എന്നെ അറിയേ ചെയ്യാത്ത കണക്ക് നീ എന്തിനാ അഭിനയിച്ചത് എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ഹീറോയിന് സബ്വേ പോലീസ് ആവാൻ തോന്നിയത്. അതേ കണക്ക് താഴെ ടണലില് നീയല്ലേ പോയത്, കീ നീയല്ലേ എടുത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം നോക്കുകയെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പോകുന്നു. ഹീറോയുടെ അടുത്തുനിന്ന് CCTV ഫുട്ടേജ് മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ പുറകെ കിംബു പോകുന്നുണ്ട്. അവളുടെ അടുത്ത് പോകുമ്പോ അവള് ദേഷ്യത്തില് അതെ ഞാൻ തന്നെയാണ് ടണലിന്റെ കീ മോഷ്ടിച്ചത്, അതിനിപ്പോ എന്താണെന്ന് ചോദിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവൻ സംസാരിക്കുന്നില്ല. അവളുടെ അടുത്ത് ഡിറ്റക്റ്റീവ് ടീമിലേക്ക് വരാൻ പറയാണ്. സബ്വേ ഗോസ്റ്റിനെ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാന്ന്.
പക്ഷെ അവളത് മൈൻഡ് ആക്കാതെ പോകുന്നുണ്ട്. ഒന്നും പറയാതെ മൈൻഡ് ആക്കാതെ ഹീറോയിൻ അവിടുന്ന് പോകുമ്പം ഇവരിങ്ങനെ സംസാരിക്കുന്നത് CCTV ഫുട്ടേജ് തിരിച്ചു കൊടുക്കാമെന്ന ഹീറോ കാണുന്നുണ്ട്. എന്താ സംസാരിച്ചത് നിങ്ങൾക്ക് മുന്നേ അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല ജസ്റ്റ് പരിചയപ്പെട്ടതാണ്. ഡിറ്റക്റ്റീവ് ടീമിലേക്ക് വരുന്നോന്ന് ഞാൻ ചോദിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പം ഹീറോയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നേന് വരുന്ന തോന്നുന്നത് ഒന്നുമില്ലേലും ഞങ്ങളുടെ ഗോൾ എന്നാണല്ലോ എന്ന് പറയുമ്പം ഹീറോയ്ക്ക് എന്തോന്ന് ഗോള് ഒന്നാ എന്നാണ് ഉള്ളത്. എന്നാലും ഓക്കെ നല്ല കാര്യം തന്നെയെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. മിറി ഹീറോയിനെ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായി. മിറി ഇക്കാര്യം എല്ലാവരുടെ അടുത്തും പറയുന്നതിന് മുന്നേ കാര്യങ്ങളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ടണലിന്റെ ബ്ലൂ പ്രിന്റും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് 3 സ്റ്റേഷന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തു നിന്നാണ് ഈ വിക്ടിംസിനെ പിടിക്കുന്നതും അവിടെ ട്രെയിനിൽ കൊണ്ട് വെക്കുന്നതും. അങ്ങനെ എല്ലായിടത്തേക്കും നടന്നു പോകാൻ പറ്റുന്ന ഒരു ടണലാണിത്. അത് മാത്രമല്ല CCTV ഫുട്ടേജിലൊന്നും ആള് പെട്ടിട്ടുമില്ല. ഇവിടെ മാത്രമാണ് CCTV ഫുട്ടേജ് ഇല്ലാത്തതും. അപ്പൊ ഇതിലെ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവാന്നും പറഞ്ഞ് അവള് ടണലിലൂടെ നടക്കുന്ന സമയം ഇവിടെ ഇപ്പുറത്ത് ഹീറോയിന്റെ ഫോട്ടോ വെച്ച് ആ സബ്വേ ഗോസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലീമാനും സൂഹോയും അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ട്രെയിനില് ഒരു അച്ഛൻ ഒരു റേഡിയോന്റെ ബോക്സ് എടുത്ത് എന്തോന്ന് വിൽക്കുന്നുണ്ട് കൂകി. അത് ഇല്ലീഗലല്ലേ, നമുക്ക് പോയി പിടിക്കാന്ന് സൂഹോ പറയുമ്പം നിക്ക് അദ്ദേഹത്തിന്റെ ചെരുപ്പ് കണ്ടോ, പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം എന്റെ അച്ഛനായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കല് ഞാൻ അച്ഛന്റെ ഷൂസ് ഇട്ട് നോക്കി, എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. അന്ന് ഞാൻ കുഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പോഴും ഞാൻ അതേ കണക്കാണ് ഷൂസ് ഇട്ടേക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടാണ് തോന്നുന്നത്. അച്ഛന്മാര് നമുക്ക് വേണ്ടിയിട്ട് വലിയ ഭാരമാണ് അവരുടെ തോളിൽ ചുമക്കുന്നത്, അതിന്റെ ഭാരമാണത് എന്ന് പറയുമ്പം സുഹോയും അത് കേട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. വെറും 2 ലൈൻസിലാണ് ഒരു ലൈഫ് പറഞ്ഞത്. ഹീറോയിനും ഇൻസ്പെക്ഷന് പോകുന്ന സമയം ഹീറോയിനാണെങ്കിൽ ഒരു സംശയം, എങ്ങനെയാണ് മിറീനെ ഹീറോയ്ക്ക് അറിയാവുന്നത്? രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എന്ന് പറയുന്നു. ഹീറോയിനെ ഡിറ്റക്റ്റീവ് ആവാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് കിംബു പറഞ്ഞായിരുന്നല്ലോ. അതും കൂടെ ആകുമ്പോ ഹീറോയ്ക്ക് ഒരു ടെൻഷൻ. ഇതാ നോക്ക്, നിന്നെ കുറിച്ചൊരു വാക്ക് പോലും ഞാൻ നല്ലതായിട്ട് എഴുതി തരില്ല എന്ന് പറയുന്നു. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെന്നും പറഞ്ഞ് ട്രെയിനിൽ കയറി നോക്കുമ്പം ഒരുപാട് വിസിറ്റിംഗ് കാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ട്രെയിനിൽ വെക്കുന്നത് ഇല്ലീഗലാണ്. ഇവരത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നു. എന്റെ പൈസ ആരെ എടുത്തിയെന്ന് പറഞ്ഞ് ഡോൺചുളാണ് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നത്. പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതും കൊണ്ട് ഹീറോ കയ്യിൽ പിടിച്ച് ഭിത്തിക്ക് ചേർത്തുന്നുണ്ട്. തന്റെ 2000 രൂപ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഒരു പാട്ട് കേൾക്കുമ്പം ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് അത് നോക്കിയിരിക്കുന്നുണ്ട്. മറ്റേ റേഡിയോ കൊണ്ട് ഒരച്ഛൻ പോയില്ലായിരുന്നോ, അദ്ദേഹമാണ് അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ പാട്ട് കേട്ടതിന് ശേഷം ദോച്ചുളോ ഭയങ്കര കാമായിട്ടാണുള്ളത്. അവരുടെ അടുത്ത് സ്റ്റേഷനിൽ വന്ന് സോറി പോലും ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സഡൻ ആയിട്ട് അങ്ങനെ സൈലന്റ് ആയി എന്ന് ചോദിക്കുന്നതിന് ഫോണില് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ കുട്ടി ഭയങ്കര കുഞ്ഞാണ്, ആ കൊച്ചിന് ഇതേ പാട്ട് പാടി കൊടുക്കാറുണ്ട്. ദോച്ചുള് ഈ പാട്ട് പാടി കൊടുക്കുമ്പം ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് എന്തോ അത് മനസ്സിലായ കണക്കിരിക്കും. അവന്റെ ആ ചിരിയൊക്കെ കാണുമ്പം എനിക്ക് ആകെപ്പാടെ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്ത് ആ ചിരിയും സന്തോഷവും അതേ കണക്ക് കാത്തു സൂക്ഷിക്കണമെന്ന്. എന്ന് അദ്ദേഹം പറയുമ്പം അവിടെയുള്ള എല്ലാവർക്കും ഫീൽ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ലീമാന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവരുടെ ഫോട്ടോ നോക്കി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ചെറിയ സീനാണ്, പക്ഷെ നമ്മുടെ പാരന്റ്സ് നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് അത്ര ഭംഗിയായിട്ട് കൺവേ ആവും. അതും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് നല്ലൊരു സോളാണെന്ന്. പുറത്തേക്ക് വരുന്ന സമയം കുട്ടികളൊക്കെ പോകുന്നുണ്ട്. നോക്കി നിൽക്കുമ്പോഴാണ് വൈഫിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നത്, ഹണി പെട്ടെന്ന് വരണേ, മോന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരണേന്ന്. കൂടെ തന്നെ മോനിപ്പോ കുറച്ച് വലുതാണ്, അവന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് ആരോ വിളിക്കുന്നത്. അങ്ങനെ ഫേസ് മാറുന്നുണ്ട്. ഗോൾഡ് വാച്ച് ആണ് വിളിക്കുന്നത്, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നേരെ മുന്നിലാണ് മോന്റെ സ്കൂളുള്ളത്. അവൻ വരുന്നേ നോക്കി ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് കാണുന്നത് അവന്റെ അടുത്തേക്ക് ഗോൾഡ് വാച്ച് വന്ന് സംസാരിക്കുന്നേ. ആകെപ്പാടെ പതറിപ്പോയി സിഗ്നൽ പോലും നോക്കാതെ റോഡ് ക്രോസ് ചെയ്ത് വന്ന് ഗോൾഡ് വാച്ചിനെ പിടിച്ചു മാറ്റി കൊച്ചോക്കെയാണെന്ന് ചോദിച്ചു നിൽക്കുന്ന സമയം തന്റെ പൈസയും തരുന്നില്ല, വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുമാതിരി അടിക്കാൻ വരുന്ന കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചിന്റെ മുന്നിൽ നിന്ന് അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് മോന്റെ ഫ്രണ്ട്സ് വരുന്നത്. നിന്റെ അച്ഛൻ ഗ്യാങ്സ്റ്റർ ആണോ, നിന്റെ അടുത്ത് ഞങ്ങള് മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് ആ പിള്ളേർ അവിടുന്ന് പോകുമ്പം മോനും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് കരഞ്ഞോണ്ട് ഇതാരാ അച്ഛന്ന് ചോദിക്കുമ്പം ആരില്ല മോനെ, അച്ഛന്റെ ഫ്രണ്ടാണ്, പേടിക്കുന്ന വേണ്ടെന്ന് പറഞ്ഞ് ഉള്ള കൈയൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഗോൾഡ് വാച്ച് ഒരുമാതിരി അടിക്കുന്ന പോലെ ചെന്നുകൊണ്ടേ ഇരിക്കുവാണ്. പൊതുവേ കുട്ടികള് അവരുടെ ആദ്യത്തെ ഹീറോ ആയിട്ട് കാണുക അച്ഛനെയാണ്. അച്ഛനെ മറ്റൊരാള് സ്വന്തം മുന്നിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ടാണ് ദോച്ചുകള് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അവസാനം കൊച്ചിന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് നിന്ന് ഗോൾഡ് വാച്ചിന്റെ കൂടെ തന്നെ പോകുന്നു. ഇവിടെ നമ്മുടെ ടീം ദോച്ചുകളുടെ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CCTV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അത് നിലത്ത് വീഴുന്നതും
നമ്മുടെ മറ്റേ റേഡിയോ വെച്ചുകൊണ്ട് പോയ ഒരു മ്യൂസിക് ഗായ ഉണ്ടല്ലോ, അദ്ദേഹമാണ് അതൊന്ന് എടുത്തത്. ഇങ്ങനെ ആദ്യമേ പിടിക്കേണ്ടതായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് സൂഹോ. ശരിയാണെന്നുള്ള രീതിക്കല്ലേ മാൻ നിലത്ത് കയറുന്ന കിട്ടിയതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, എന്തൊരു മോശപ്പെട്ട പേഴ്സൺ ആണെന്നും പറഞ്ഞ് ഹീറോയിൻ അങ്ങനെ നേരെ നോക്കുമ്പോഴാണ് കാണുന്നത് അദ്ദേഹം ആ പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് എന്നെ വന്നിട്ടുണ്ട് എന്ന്. ഞാൻ ചെയ്യുന്ന ജോലി ഷെയിംഫുൾ ആയതായിരിക്കാം, പക്ഷെ എന്റെ മോനെ ഞാനൊരു ഷെയിംഫുൾ ആയിട്ടുള്ള അച്ഛനായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതവിടെ വെക്കുമ്പം ഇവർക്കൊരു മാതിരി ആയി പോകുന്നുണ്ട്. ഇത്രയും നല്ല മനുഷ്യനെയാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന്. മോനെ നിന്റെ അച്ഛൻ ശരിക്കും സൂപ്പറാണെന്ന് കൊച്ചിന്റെ അടുത്ത് പറയുമ്പം കൊച്ച് എന്റെ അച്ഛൻ ശരിക്കും സൂപ്പറാണ്, അച്ഛന് 100 പാട്ട് അറിയാന്നൊക്കെ പറയുന്നു. ആഹാ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് കൊച്ചിന്റെ അടുത്തും നന്നായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ അടുത്തും ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പേഴ്സ് കിട്ടിയല്ലോ, അതുകൊണ്ട് ദോച്ചോളിനെ വിളിക്കുന്നുണ്ടെങ്കിലും ദോച്ചോള് കോൾ അടിക്കുന്നില്ല. എങ്ങനെ എടുക്കാനാ, അദ്ദേഹം ഇവിടെ ഗോൾഡൻ വാച്ചിന്റെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ട് അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോക്കി ബാറ്റ് വെച്ച് കന്നാ പിന്നാ നടിച്ച് ഫുള്ള് ചോരയിൽ കുളിച്ചാണ് നിൽക്കുന്നത്. പൈസ തരാത്തതിനാണ് ഇങ്ങനെ അടിക്കുന്നത്. പക്ഷെ അദ്ദേഹം പൈസ മേടിച്ചത് കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ടാണ്. പണിക്ക് പോയി പൈസ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഗോൾഡൻ വാച്ച് എപ്പോഴും പണിസ്ഥലത്ത് ഇങ്ങനെ വരുന്നേ കൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അതുകൊണ്ടാണ് പൈസ ഇപ്പൊ കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഗോൾഡൻ വാച്ചിന്റെ തന്നെ ബോസ് വന്ന് അതേ ബാറ്റ് എടുത്ത് ഗോൾഡൻ വാച്ചിനെ അടിക്കുന്നത്. കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആണല്ലോ, നീ ഇവിടെ എന്ത് കസ്റ്റമർ കെയർ ആണ് നടത്തുന്നതെന്നും ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് വാതുറപ്പിക്കാൻ പാടില്ല എന്ന്. ഇതേണക്ക് ഒരു കേക്ക് ഷോപ്പ് ഓണറും കൂടി ഉണ്ട്. അയാൾ ഇതേണക്ക് പൈസ തരുന്നില്ല, മര്യാദയ്ക്ക് കാര്യം പോയി നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. ഗോൾഡ് വാച്ചിന് ആരുടെ അടുത്താ ദേഷ്യം വരാ, ദോച്ചോളിന്റെ അടുത്ത്. ദോച്ചോളിന്റെ കുട്ടീന്റെയും വൈഫിന്റെയും ഫോട്ടോസ് കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ച് കുട്ടികൾക്ക് പൊതുവെ അമ്മേനെ വേണം, അമ്മയും അച്ഛനും ഇല്ലാത്ത ജീവിതം വളരെ കഷ്ടമായിരിക്കും അല്ലേ, പാവം കൊച്ച് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ദോച്ചുകൾ ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. എന്റെ കുട്ടീനെയും വൈഫിനെയും ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞ് കാലെ പിടിച്ച് ഭയങ്കരമായിട്ട് കെഞ്ചുന്നുണ്ട്. ശരി ഞാൻ നിനക്കൊരു അവസരം തരാമെന്നും പറഞ്ഞ് ആ കേക്ക് ഷോപ്പ് ഓണറിന്റെ ഫോട്ടോ എടുത്ത് നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ കട മൊത്തം ഞാൻ എഴുതി തള്ളിക്കോളാം. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലാണ് കാണുന്നത്. ഹീറോയുടെ അമ്മ ഹീറോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോയ് ഫ്രണ്ട് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നഴ്സ് വന്നിട്ട് ഡയഗ്നോസിസ് എടുക്കണം എന്ന് പറയുമ്പം അതൊന്നും പറ്റത്തില്ല, എന്റെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്നാണ് അമ്മയ്ക്ക് കത്തുന്നത്. സത്യം പറ, നീ എന്റെ ബോയ് ഫ്രണ്ടിനെ വായി നോക്കാറില്ലേ? ഞാൻ കാണാറുണ്ട്, നീ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ വല്ലാണ്ട് പല്ലെളിച്ച് ചിരിക്കാറുണ്ട്, ഫ്ലോട്ട് ചെയ്യാ പോലും ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് നഴ്സിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. ആ ഒഴിക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് വെള്ളം മിഷനിലേക്ക് വീണിട്ടുണ്ട്. അതാണെങ്കിൽ $10,000 സാധനവും. അങ്ങോട്ടേക്ക് വരുന്ന ഹീറോയുടെ അടുത്ത് പറയുമ്പം അല്ലെങ്കിലേ പൈസ ഇല്ല, അപ്പോഴാണ് ഇതും കൂടെ. അത് കേട്ട് കിളി പോയി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന അമ്മ ഇവൻ കൊണ്ടുവന്ന ഫ്ലവറും മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന കാണുന്നത്. അത് കണ്ടിട്ട് അവനാണെങ്കിൽ ഒന്നും പറയാനും തോന്നുന്നില്ല, അങ്ങനെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണക്ക് ചെറുപ്പത്തില് നമ്മൾ എന്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. എങ്ങനെയും ആ പൈസ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഓൾറെഡി ലോൺ എടുത്ത സ്ഥലത്ത് കുറച്ചുകൂടെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഓൾറെഡി 2 മാസം ഡ്യൂ ഉണ്ട്. അപ്പൊ എങ്ങനെയാ തരാൻ പറ്റാന്ന് അവര് അങ്ങനെ വിഷമിച്ചൊരു ബെഞ്ചിൽ പോയിരിക്കുന്നുണ്ട്. ഒരുപാട് നേരം അങ്ങനെ ഇരിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ വരുമ്പം ഹീറോയിൻ പറയുന്നത് ദോച്ചോളിനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലാന്ന്. ദോച്ചോളിന്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആള് മിസ്സിംഗ് ആണ് എന്ന്. വൈഫും കുട്ടിയും വന്നിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനെ കാണുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പോലീസിൽ പറഞ്ഞെങ്കിലും അഡൽട്ട് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോയതായിരിക്കും, ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ദോച്ചോൾ അങ്ങനെ ഓടിപ്പോകുന്ന ഒരാളല്ലാന്ന് വൈഫും. കുട്ടിയാണെങ്കിൽ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു, അച്ഛൻ്റെ കൂടെ പോലീസ് കളിക്കാന്ന് പറഞ്ഞതാണ്. പറഞ്ഞാൽ എൻ്റെ അടുത്ത് വാക്ക് പാലിക്കാറുണ്ട്. അച്ഛൻ ഇന്നലെ ഒരാൾ വന്ന് കൂട്ടിയിട്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കാന്ന് ഹീറോയിൻ പറഞ്ഞു വരുമ്പോഴേക്കും അദ്ദേഹം ഒരു അഡൽട്ട് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഹീറോ. ആ ലേഡി ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടിട്ട് ഹീറോയിന് അവളുടെ അവസ്ഥ തന്നെയാണ് ഓർമ്മ വരുന്നത്. അനിയത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുന്ന സമയം ആദ്യത്തെ വിക്ടിമിനെ ട്രെയിനിൽ നിന്ന് കിട്ടിയപ്പം മിരിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിരി പറഞ്ഞത് നിന്റെ അനിയത്തിന്റെ ബോഡി ആദ്യം കിട്ടട്ടെ അപ്പൊ അന്വേഷിക്കാന്നാണ്. തന്റെ അതേ അവസ്ഥയാണ് ഇപ്പൊ അവരില് ഹീറോയിൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയെ വകവെക്കാതെ ഇത് ഞാൻ അന്വേഷിക്കാന്നും പറഞ്ഞ് അവർക്കൊരു ആശ്വാസം കൊടുത്ത് കുട്ടീനെയും കൂട്ടി പറഞ്ഞു വിടുന്നുണ്ട്. ദോച്ചോളിന്റെ ലൊക്കേഷൻ ഹീറോയിൻ പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. ദോച്ചോളിന്റെ മെസ്സേജ് നോക്കുക, അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. അതും അദ്ദേഹം ഡേഞ്ചറിലല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും ലീഗലി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹീറോയിന്റെ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ അവളോട്ട് കേൾക്കുന്നില്ല. അഥവാ ദോച്ചുള് ഇപ്പൊ ഡേഞ്ചറിലാണെങ്കിലോ എന്നാണ് ഹീറോയിൻ ചോദിക്കുന്നത്. ഹീറോ അവളുടെ അടുത്ത് വോയിസ് റേസ് ചെയ്ത് സംസാരിച്ച് ഹീറോയിനോട് ഉള്ള ട്രെയിനിൽ മൊത്തം പോയിട്ട് ആൾക്കാരെ പിടിക്കുന്നത് ഞാൻ ചെക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പോകുന്നത്.
ഇതൊക്കെ കേട്ട് ഹീറോയിൻ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണ് കണ്ടാലേ അറിയാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഹീറോ നേരെ പോകുന്നത് അപ്പൊ അതൊരു കോസ്റ്റ്യൂം എവിടെ നിന്നാണ് എടുത്തേന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് വിളിക്കുന്നത്. ആ എക്യുപ്മെന്റിന്റെ പൈസ കൊടുക്കണല്ലോ. അത് മാത്രല്ല ചികിത്സന്റെ പൈസയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബെഡ് വെക്കേറ്റ് ചെയ്യണമെന്നാണ് അവിടെയുള്ള അധികൃതർ പറയുന്നത്. ആ എക്യുപ്മെന്റ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഡയഗ്നോസ് ചെയ്യേണ്ടതല്ലേ, അതില്ലാത്തതിന്റെ പ്രശ്നം വേറെയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേഴ്സ് ബുദ്ധിമുട്ടിയാണ് പറയുന്നത്. ഹീറോയ്ക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യണ്ടേന്നാണ് അറിയാത്തത്. ഇവിടെ സ്റ്റേഷനിൽ അസിസ്റ്റൻസ് രണ്ടുപേരും കൂടെ കറക്റ്റ് ആയിട്ട് പദൂരിനെ കുറിച്ച് വർക്ക് ചെയ്യുമ്പം ഹീറോയിൻ നൈസായിട്ട് ദോച്ചോളിന്റെ കോൾ ലോഗ് എടുക്കുന്നുണ്ട്. അതിലൊരു നമ്പർ മാത്രം ഡിഫറെന്റ് ആയിട്ട് തോന്നി നോക്കുമ്പോഴാണ് ഇവര് ട്രെയിനിൽ നിന്ന് കുറെ കാർഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കൈ തന്നെ ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു നമ്പർ ഒരു ലോൺ ഷാർക്കിന്റെ നമ്പറാണ്. അതേ നമ്പറിൽ നിന്ന് ദോച്ചോളിന് കോൾ വന്നിട്ടുണ്ട്. ഗോൾഡ് വാച്ചിന്റെ നമ്പറാണിത്. മതിയല്ലോ. ഇവിടെ ഹീറോയും അതേ കാർഡ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അവനിപ്പോ അവസാന വഴിയായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഗോൾഡ് വാച്ചിന്റെ അടുത്ത് പോയിട്ട് പൈസ മേടിക്കല്. പക്ഷെ പോലീസ് അല്ലേ, ഇതാണെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യവും മനസ്സങ്ങ് സമ്മതിക്കുന്നുമില്ല. പക്ഷെ അമ്മേനെ കുറിച്ച് ഓർക്കുമ്പം ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഒളിച്ചും പാത്തും ഒക്കെ അങ്ങ് കയറി പോകുന്നുണ്ട്. പോയിട്ട് ലോൺ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ലീഗലി ഉള്ളതല്ലേന്നും അതാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ എന്നും ചോദിച്ചിട്ടാണ് പൈസ മേടിക്കുന്നത്. നോക്കുമ്പം 10,000 ഇല്ല, 6,000 ഉള്ളൂ. ഇതെന്താ 6,000? $10,000 അല്ലേ ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കുന്നതിന്. അതെ ശരിയാണ്, 10,000 ആണ്. പക്ഷെ പല പല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് $4,000 കട്ട് ചെയ്തു. ഇത് ഇല്ലീഗലാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ പൈസ കിട്ടാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. പൈസ ടേബിളിൽ വെച്ച് എന്തോ പഞ്ച് ഡയലോഗ് പറയാൻ വരുമ്പോഴേക്കും ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് ശ്രദ്ധിക്കുകയാണ്. നൈസായിട്ട് പേപ്പറും ചുരുട്ടിയെടുത്ത് പോയിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യം പുറത്തേക്ക് വേണാണ് നോക്കുന്നത്. നോക്കുമ്പോണ്ട് അവൾ അവിടെ നിന്ന് ഓടി വരുന്നു. അകത്തേക്ക് കയറി തൂണിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവിടേക്ക് നിന്ന് അവളെ ഇപ്പൊ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ മതി. അലമാരേന്റെ ഉള്ളിൽ കയറാൻ നോക്കുന്നു, ലോക്കറിന്റെ ഉള്ളിൽ കയറാൻ നോക്കുന്നു, ടേബിളിന്റെ അടിയിൽ കയറാൻ നോക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്, അതിന്റെ പുറകെ ഒളിഞ്ഞു നിൽക്കാൻ നോക്കുന്നു. വിറച്ചിട്ട് എന്താ ചെയ്യണ്ടേന്ന് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പം ഹീറോ ഇല്ല, ബോസ് മാത്രമേ ഉള്ളൂ. അവള് നേരെ സോഫയിലേക്ക് വന്നിരിക്കുമ്പം അതിന്റെ അപ്പുറത്താണ് ഹീറോ ഇരിക്കുന്നത്. എന്തിനാ വന്നേന്ന് ബോസ് ചോദിക്കുന്നതിന് ഞാനൊരാളെ അന്വേഷിച്ചു വന്നതാണെന്ന് പറയുന്നു. ഹീറോയ്ക്ക് അജീവനില്ല. ഹീറോ എങ്ങനെയൊക്കെയോ തവിടുന്ന് പോയിട്ട് അവിടെ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ മൊത്തത്തില് പോലീസ് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടില് ബേക്കില് സൈഡില് എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോലീസ് ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുമ്പം ഹീറോയ്ക്ക് ഇവിടെ ജീവനില്ല. ഹീറോ ഉള്ള റൂമിന്റെ പുറത്താണ് ഹീറോയിൻ നിൽക്കുന്നത്. പക്ഷെ ബോസ് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്ന കണ്ടിട്ട് ഇവൾ അങ്ങോട്ടേക്ക് പോവാന്ന് വെച്ചാല് ഗോൾഡൻ വാച്ച് അവിടെ നിന്ന് ഓടിപ്പോന്നു. പുറകെ തന്നെ ബോസും പോകുന്നുണ്ട്. ആ റൂമിൽ പോയി നോക്കുമ്പം അവിടെയാണ് ദോച്ചുള്ളത്. പുള്ളിക്കാരനെ എണീപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുന്ന സമയത്ത് ഹീറോ ഉള്ള വാതിൽ വന്ന് ഹീറോയിനെ അതിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടിട്ട് ദോച്ചുകൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോവാണ്. ഇദ്ദേഹത്തിന് ഇതെന്ത് പറ്റിയെന്ന് ഹീറോയിൻ നോക്കിയിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളുടെ അടുത്ത് വേറൊരാളുണ്ട് എന്ന്. ഹീറോയിൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ ഇവിടെ അടച്ചിട്ടിട്ടുണ്ടോ? ഇവരെത്ര മോശമായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിരുന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഒരുപാട് അടി ഇട്ടിട്ടുണ്ടോ? പേടിക്കണ്ട, ഞാനൊരു പോലീസാണ്, സേഫാണിപ്പോ എന്നൊക്കെ ഒരുപാട് ഡയലോഗ് അടിച്ച് പിടിച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഹീറോ മുഖം താത്തി വെച്ചിട്ടാണുള്ളത്. നീ കാണേ വേണ്ടെന്ന് പറഞ്ഞ് കണ്ടേ പറ്റൂന്ന് ഹീറോയിനും. അവസാനം പിടിച്ച് വലിച്ച വലിയില് രണ്ടുപേരും വീഴുന്നുണ്ട്. ഹീറോയിൻ കാണുകയും ചെയ്യുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് ഹീറോ. അല്ല ചീഫ്, നിങ്ങളെന്താ ഇതുപോലൊരു സ്ഥലത്ത് എന്ന് ചോദിക്കുമ്പം അതെ എനിക്കിവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണെന്ന് ഹീറോ. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പം കൂടെ ആ ലോൺ ആപ്ലിക്കേഷന്റെ ഫോം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് വീഴുവാണ്. ഹീറോയിൻ നൈസായിട്ട് അതെടുത്ത് നോക്കുമ്പം സംഭവം ഇതാണെന്ന് മനസ്സിലാവുന്നു. എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുമ്പം ഏയ് എന്ത് പ്രശ്നം, ഞാനൊരു കാറ് മേടിക്കാൻ തീരുമാനിച്ചു. ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അപ്പൊ നൈസായിട്ടൊരു കാറ് മേടിക്കാന്ന് വിചാരിച്ചു. നിങ്ങളെ കുറിച്ച് ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല, നിങ്ങളൊരു സെൽഫിഷ് ആണെന്ന് ഹീറോയിൻ പറയുമ്പം എന്താ ഞാൻ സെൽഫിഷോ? നീ കാരണം എനിക്ക് പണിഷ്മെന്റ് കിട്ടേണ്ടതാണ്. നിനക്ക് നീ വിചാരിക്കുന്ന കാര്യം മാത്രം നടന്നാ പോരെ, ബാക്കിയുള്ളവരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇപ്പൊ പറ, ആരാ സെൽഫിഷ്? ശരി അതൊക്കെ വിട്, നമ്മൾ രണ്ടും നമ്മള് ശരിയാവത്തില്ല. നിനക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് ഹീറോയിൻ. നമുക്ക് രണ്ടുപേർക്കും വെവ്വേറെ വഴിയാണ്. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെവ്വേറെ വഴിക്ക് വേണം പോവാന്ന് ഹീറോ. അതും പറഞ്ഞ വാതില് തോളും കൊണ്ട് ഇടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇരുമ്പ് വെച്ചിട്ടാണ് പൂട്ടി വെച്ചിട്ട് പോയേക്കുന്നത്. ഇവിടെ ദോച്ചോള് വൈഫിനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഗോൾഡ് വാച്ച് വൈഫിന്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണുന്നു. അത് കാണുമ്പോ കൂടുതൽ പേടിയാവുന്നുണ്ട്. ആ കേക്ക് ഷോപ്പ് ഓണറെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ വാച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ദോച്ചുകള്. വേറെ വഴിയൊന്നുമില്ല, ചെയ്തേ പറ്റൂ.
ഇവിടെ ഹീറോ മടുത്തു, അവനെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. ഹീറോയിന്റെ അടുത്ത് നീ ശരിക്കും ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ലേ? നിനക്ക് ഇങ്ങനെ ആൾക്കാരെ പിടിക്കുന്നതൊക്കെ കാണുമ്പം ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്യുന്നത്? പിന്നെന്തിനാ സബ്വേ പോലീസ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിന് ഞാൻ എക്സൈറ്റഡ് ആയതുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് എന്ന ആവേശത്തിൽ പറയുമ്പം ഹീറോ പിന്നെ എന്തിനാ ചെയ്യുന്നത്? പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ഹീറോ. അവളെന്തോ പറയാൻ വരുമ്പോഴേക്കും വാവുത്തി പിടിച്ച് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. ശരിക്കും ബോസിനെ അന്വേഷിച്ച് അവിടെ ആരോ വന്നിട്ടുണ്ട്. ഹീറോ അവിടെ ഡോറ് ചവിട്ടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. അവിടെ വന്ന പേഴ്സൺ ഇതിങ്ങനെ പൂട്ടിരിക്കുന്നെന്നും പറഞ്ഞ് ആ വാതിലിൽ വെച്ചിരിക്കുന്നത് എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ പരക്കെ ഒരു ചവിട്ട് കൊടുക്കുന്നത്. അയാളും കൂടെ ചേർന്ന് അങ്ങനെ തെറിച്ചു വീഴുന്നു. ഹീറോ അവനെ അറസ്റ്റ് ചെയ്യുമ്പം ഹീറോയിൻ അവിടെ മൊത്തത്തിൽ നോക്കുന്നു. അപ്പൊ ടേബിളില് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ദോച്ചുളാണ് എഴുതി വെച്ചിരിക്കുന്നത്, വൈഫിന് കുട്ടീനെ നോക്കിക്കോണെന്നും പറഞ്ഞ്. ദോച്ചുള് എന്തോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പോവാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 3rd എപ്പിസോഡ് കഴിയുന്നത്.